ഇന്നല്ലെങ്കിൽ നാളെ സത്യത്തിനെതിരെ വാളെടുത്തവരൊക്കെ ശിക്ഷിക്കപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ ഒരു സംഭവം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇങ്ങനെ അൻവറിനെ പോലെ അസത്യത്തിന്റെ കുട പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട് അൻവറിനെ പോലെ. അവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടത്, പിണറായി വിജയൻ അടക്കമുള്ളവർ. ഇപ്പോ പിണറായിയുടെ തിരിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് ബാധകമാകുന്നത്. പക്ഷെ എങ്കിൽ പോലും അൻവർ ഇത് അർഹിക്കുന്നു. കാരണം ഇത് പിണറായിയുടെ ഏറ്റവും ഭീകരമായ പിണറായിസത്തിന്റെ ഏറ്റവും ഭീകരമായ ഉൽപ്പന്നമാണ് PV അൻവർ. അപ്പൊ അൻവർ തീർച്ചയായിട്ടും ഇത് അർഹിക്കുന്നുണ്ട്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണെങ്കിൽ കൂടി അൻവർ അറസ്റ്റിലായി എന്നത് നീതിയുടെ വിജയമായി തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇവിടെ അൻവറിന് ആകെ അവശേഷിക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ഈ തീവ്ര സംഘടനകളുടെ പിന്തുണ മാത്രമാണ്. കാരണം പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു. SDPIക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ ലേബൽ ഉള്ളത് കാരണം അവർക്ക് പരിമിതികളുണ്ടായി. അപ്പൊ യഥാർത്ഥത്തിൽ നിരോധിക്കപ്പെട്ടു എന്നത് പേരിൽ 100-400 പേര് അറസ്റ്റിലായിട്ടുള്ളൂ. 100 കണക്കിന് ആളുകളുണ്ട്. അപ്പം ഇവരൊക്കെ അൻവറിന്റെ കീഴിലുണ്ട്. അൻവർ അടിസ്ഥാനപരമായി ഈ തീവ്ര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ്, വർഗീയവാദിയാണ്. അൻവറിന് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്, ഒരു വർഗീയ അജണ്ടയുണ്ട്. തീർച്ചയായിട്ടും അൻവറിന്റെ പിന്നിൽ വർഗീയ ശക്തികളാണ്, എന്താണ് പറയുന്നത്, ഭീകര ശക്തികൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ നിയമബോധമുള്ള നീതിബോധമുള്ള ഒരു മനുഷ്യനും ഇയാളെന്തോ UDF ചേരുന്നപ്പോൾ ഞാൻ അന്ന് കോൺഗ്രസ് നേതാക്കളെ പലരും വിളിച്ചു ചോദിച്ചു. അവർ പറഞ്ഞു അടുപ്പിക്കത്തില്ലെന്ന് എന്നോട് പറഞ്ഞു. ലീഗുകാരും അടുപ്പിക്കത്തില്ല. അപ്പൊ ഇയാൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ്. എന്താ DCC പ്രസിഡന്റ് യോഗ ഉദ്ഘാടനം ചെയ്യുന്നു പറയുന്നു. പിന്നെ ഇയാളുടെ ഒരു പ്രത്യേകത, ഇയാൾക്ക് അത്യാവശ്യം ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട്. നമ്മൾ ഈ കാണിക്കുന്ന പോലല്ല. കാരണം ഇപ്പൊ വനാവകാശ നിയമം അത് ഗൗരവമേറിയ വിഷയം തന്നെയാണ്, അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. അങ്ങനെ ജനങ്ങളുടെ വിഷയങ്ങളെ ഏറ്റെടുക്കാൻ നോക്കുന്നുണ്ട്, കാരണം ജനപിന്തുണ പ്രതീക്ഷിച്ച്. പക്ഷെ ഇയാളെ പിന്തുണയ്ക്കുന്നത് തീവ്ര സംഘടനകൾ തന്നെയാണ്, ഒരു തർക്കവും വേണ്ട. എന്തായാലും അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതും ജയിലിൽ അടയ്ക്കേണ്ടതും അത്യാവശ്യമായിരുന്നു. അതിപ്പോ സംഭവിച്ചിരിക്കുന്നു. ഇതൊരു വല്ലാത്ത കാഴ്ചയാണ്. പ്രത്യേകിച്ച് നിലമ്പൂര് എന്നെ അവിടെ കൊണ്ട് എത്തിച്ചിട്ട് അയാൾ ഒരു ചാരുകസേലയിൽ ഇതിന് പടം ഇട്ടിരുന്നു. പക്ഷെ എനിക്ക് അന്ന് തന്നെ ജാമ്യം കിട്ടി. അങ്ങേർക്ക് ജാമ്യം കിട്ടുമെന്ന് കണ്ടറിയണം. കാരണം ഈ ഒരു കുറ്റകൃത്യം മാത്രമല്ല, അനേകം കുറ്റകൃത്യങ്ങളെ പ്രതിയാണ് അങ്ങേര്. ഞാൻ കൊടുത്തിരിക്കുന്ന ജാമ്യമില്ലാ വകുപ്പിലെ ഒരു കേസിൽ അങ്ങേർക്ക് വാറണ്ടുണ്ട്. പോലീസ് പേടിച്ച് നിൽക്കുക. ഒരുപക്ഷെ ഇതിന്റെ തുടർച്ചയായിട്ട് അറസ്റ്റ് ചെയ്യുമായിരിക്കും. കാരണം എന്റെ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് അയാൾ വർഗീയത പ്രചരിപ്പിക്കുകയും മറ്റും ചെയ്തതിന്റെ പേര് ഞാൻ കോടതിയിൽ പോയിട്ട് കോടതി ഓൾറെഡി ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നേ ഒന്നിനുമേൽ ഒന്നായി ഇയാൾ ചെയ്ത എല്ലാ പ്രവർത്തിക്കും ഇയാൾ അനുഭവിക്കേണ്ടി വരും. ഇയാൾ ദീർഘകാലം ജയിലിൽ കിടക്കുന്ന അർഹനാണ്. ജയിലിൽ കിടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് ജാമ്യം കിട്ടിയാലും അടുത്ത കേസിൽ അയാൾ അറസ്റ്റിലാകും. കാരണം നീതി ഇല്ലാതാക്കാൻ നടന്ന ഒരു മനുഷ്യനാണ്.